ട്രേഡിംഗിൽ എല്ലാവരും അവസാനം പഠിക്കുന്ന സാധനം നമുക്ക് ആദ്യം തന്നെ പഠിച്ചാലോ? ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്: റിസ്ക് മാനേജ്മെന്റും അതേപോലെ തന്നെ മണി മാനേജ്മെന്റും. ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ട്രേഡിംഗിൽ ആദ്യമായി കയറുന്ന എല്ലാവരും ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യുന്ന സാധനവും ഇത് തന്നെയാണ്. സോ നമുക്ക് ഇത് പെട്ടെന്ന് എന്താന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് പറയാം, റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഒരുമാതിരി സവാളയും അതേപോലെ കൊച്ചുള്ളിയും പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെയിം പോലെ തന്നെയാണ്, പക്ഷേ രണ്ടും ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ വേറെ വേറെയാണ്. ആദ്യം തന്നെ നമ്മുടെ സവാള, നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് നോക്കാം. കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കരയേണ്ട തന്നെ വരും കേട്ടോ. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിൽ നമ്മൾ എത്ര രൂപയുടെ റിസ്ക് എടുക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ നമുക്ക് ലോസുകൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിനും റിസ്ക് മാനേജ്മെന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ ഇളയ സുഹൃത്തായിട്ടുള്ള കൊച്ചുള്ളി. കാരണം കൊച്ചുള്ളി എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിച്ചേ പറ്റൂ. അതാണ് നമ്മുടെ മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപയാണ് റിസ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, സെയിം നമ്മൾ റിസ്ക് മാനേജ്മെന്റ് പോലെ തന്നെ എത്ര റിസ്ക് ചെയ്യുന്നു ആ റിസ്കിനനുസരിച്ച് നമുക്ക് എത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് മണി മാനേജ്മെന്റ് കാണിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ റിസ്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ക്യാപിറ്റലിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ് മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും വെച്ച് നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ നോക്കിയാലോ? ഇതിൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ബേസ് അല്ല കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഞാൻ ഉപയോഗിച്ച ഒരു രീതിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ചിലപ്പോൾ ഒത്തു പോകണമെന്നില്ല, എന്നാലും നമുക്ക് പറയാം. എന്റെ ക്യാപിറ്റൽ 20K എന്ന് വിചാരിച്ചോളുക. സോ ഞാൻ ഇതിനകത്ത് എന്താണ് റിസ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എത്രയാണ് എനിക്ക് റിവാർഡ് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. സോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി എന്ന് പറയുമ്പോൾ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരുന്നു. സോ 10 പോയിന്റ്സിന്റെ സ്റ്റോപ്പ് ലോസും 30 പോയിന്റ്സിന്റെ പ്രോഫിറ്റുമാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. എനിക്കറിയാം ഈ 10 പോയിന്റ്സിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വളരെയധികം ചെറുതാണ്. മാർക്കറ്റ് നോയ്സിൽ പലപ്പോഴും ഹിറ്റായി പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സോ ഞാനിവിടെ 10 പോയിന്റ്സിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ടിരുന്നത് ഏകദേശം 700 രൂപയോളമാണ്. അതായത് എന്റെ റിസ്ക് എന്ന് പറയുന്നത് 700 രൂപയാണ്. പക്ഷേ എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2100 രൂപയോളമായിരുന്നു. സോ എന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:3 അതേപോലെ എന്റെ റിസ്ക് എന്ന് പറയുന്നത് 700 എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2100 ആയിരുന്നു. സോ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, നമ്മുടെ ലോസ് എത്രയാണ്, നമ്മൾ ലോസ് എടുക്കാൻ തയ്യാറാണോ ഉള്ളത് എന്നുള്ളത്. മിസ്റ്റേക്ക് എന്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഭാഗത്തിനെ കുറിച്ച് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും അതേപോലെ തന്നെ സൈക്കോളജിക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. DM ൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും.